നീണ്ട 16 വർഷത്തെ കാത്തിരിപ്പിന് വിരാമം വിട്ട് IPL-ൽ റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂർ തങ്ങളുടെ ആദ്യ കിരീടത്തിൽ മുത്തമിട്ടിരിക്കുകയാണ്. ഇത്തവണ പക്ഷേ വിരാട് കോഹ്ലിയും സംഘവുമല്ല, അവരുടെ വനിതാ ടീമാണ് വനിതാ IPL-ൽ കിരീടം ചൂടിയിരിക്കുന്നത്. സ്മൃതി മന്ദാനയും സംഘവും. പുരുഷ IPL-ൽ നമുക്കറിയാം, കിങ് കോഹ്ലിക്കും സംഘത്തിനും കഴിഞ്ഞ 15 സീസണുകളിലും കഴിയാതിരുന്ന നേട്ടമാണ് തങ്ങളുടെ രണ്ടാമത്തെ സീസണിൽ തന്നെ RCB വനിതകൾ ഇപ്പോൾ ഇതാ കൈപ്പിടിയിലാക്കിയിരിക്കുന്നത്. നമുക്കറിയാം, ഓരോ സീസൺ തുടങ്ങുമ്പോഴും ഈ സാല കപ്പ് നമുക്കെന്ന് പറഞ്ഞു തുടങ്ങുന്ന RCB ഫാൻ സീസൺ കഴിയുമ്പോൾ നിരാശയോടെ തലകുനിക്കാറാണ് പതിവുള്ളത്. എന്നാൽ ഈ തവണ സ്മൃതി മന്ദാനയുടെ നേതൃത്വത്തിൽ RCB വനിതകൾ ആരാധകർക്ക് ആഘോഷിക്കാനുള്ള വകയാണ് നൽകിയത്. ഫൈനലിൽ ഡൽഹിയെ അവരുടെ തട്ടകത്തിൽ തന്നെ ആധികാരികമായി തകർത്തുകൊണ്ട് RCB അവരുടെ തറവാട്ടിലേക്ക് ആദ്യ കിരീടമിങ്ങെ എത്തിച്ചിരിക്കുകയാണ്. ഈ സാല കപ്പ് അവർക്ക് തന്നെയാണ്. തൊട്ടു പിന്നാലെ RCB ഫാൻസ് പുരുഷ IPL-ലുള്ള ആവേശത്തിരി ഇപ്പോൾ കൊളുത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ സാല ഒന്നല്ല 2 കപ്പാണ് RCB നേടാൻ പോകുന്നതെന്നാണ് ആവേശകർ ആവേശത്തോടെ ഊറ്റം കൊണ്ടുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പറയുന്നത്. ഫൈനലി RCB വുമൻ ആൻസർ ടു ദ കോൾ. ഈ സാല കപ്പ് നമ്മുടെ. യെസ്, RCB-യുടെ ആദ്യ കിരീടം ആഘോഷിക്കുന്ന തിരക്കിലാണ് സമൂഹ മാധ്യമങ്ങളിൽ ആരാധകർ. ഇത് വെറും ട്രെയിലറാണെന്നും മെയ് 26-ന് പുരുഷ ടീം കപ്പ് തൂക്കുന്നതാണ് ഇതിന്റെ ക്ലൈമാക്സ് എന്നുമാണ് ആരാധകർ പറയുന്നത്. ആവേശം അവസാന ഓവറിലേക്ക് നീണ്ട വനിതാ IPL ഫൈനലിൽ ഡൽഹിയെ 8 വിക്കറ്റിന് വീഴ്ത്തിയിട്ടാണ് റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂർ കന്നി കിരീടത്തിൽ മുത്തമിട്ടത്. ആദ്യം ബാറ്റ് ചെയ്ത ഡൽഹി 18.3 ഓവറിൽ 113 റൺസിന് ഓൾ ഔട്ട് ആയപ്പോൾ ബാംഗ്ലൂർ 19.3 ഓവറിൽ ലക്ഷ്യത്തിലെത്തുകയായിരുന്നു. 32 റൺസ് എടുത്ത സോഫി ഡിവൈനും 31 റൺസ് എടുത്ത ക്യാപ്റ്റൻ സ്മൃതി മന്ദാനയും 35 റൺസുമായി പുറത്താക്കാതെ നിന്ന സൂപ്പർ താരം എല്ലിസ് പെരിയും 14 പന്തിൽ 17 റൺസ് അടിച്ച റിച്ച ഘോഷുമാണ് ബാംഗ്ലൂരിന്റെ വിജയം അനായാസമാക്കിയത്. ഡൽഹിക്കായി മലയാളി താരം മിന്നുമണി ഒരു വിക്കറ്റ് എടുത്തത് മറ്റൊരു സന്തോഷം. ചെറിയ വിജയലക്ഷ്യത്തിലേക്ക് കരുതലോടെയാണ് ബാംഗ്ലൂർ തുടങ്ങിയത്. ഓപ്പണിംഗ് വിക്കറ്റിൽ സാഹസത്തിനൊന്നും മുതിരാതെ 8 ഓവറിൽ ബാംഗ്ലൂർ 49 റൺസ് എടുത്തു. 27 പന്തിൽ 32 റൺസ് എടുത്ത സോഫി ഡിവൈനെ മടക്കിയ ശിഖ പാണ്ഡെയാണ് ബാംഗ്ലൂരിന് ആദ്യ പ്രഹരമേൽപ്പിച്ചത്. വൺ ഡൗണായി എത്തിയ എല്ലിസ് പെരി താളം കണ്ടെത്താൻ സമയമെടുത്തതും ക്യാപ്റ്റൻ സ്മൃതി മന്ദാന കരുതലോടെ കളിക്കുകയും ചെയ്തതോടെ മധ്യ ഓവറുകളിൽ ബാംഗ്ലൂരിന്റെ പോക്ക് വളരെ മെല്ലെയായിരുന്നു. 4 ഓവറോളം അവർക്ക് ബൗണ്ടറികളൊന്നും നേടാൻ സാധിച്ചിരുന്നില്ല. ഒടുവിൽ അരുന്ധതി റെഡ്ഡിയുടെ ഓവറിൽ 2 ബൗണ്ടറി നേടി എല്ലിസ് പെരിയും മന്ദാനയും കെട്ട് പൊട്ടിച്ചെന്ന് കരുതിയെങ്കിലും തന്റെ ആദ്യ ഓവറിൽ തന്നെ ബാംഗ്ലൂർ ക്യാപ്റ്റൻ സ്മൃതി മന്ദാനയെ വീഴ്ത്തിക്കൊണ്ട് മലയാളി താരം മിന്നുമണി മിന്നുകയായിരുന്നു ഒരു ഘട്ടത്തിൽ. 39 പന്തിൽ 31 റൺസ് എടുത്ത മന്ദാനയെ മിന്നുമണിയുടെ പന്തിൽ അരുന്ധതി റെഡ്ഡി ക്യാച്ചെടുത്ത് പുറത്താക്കുകയായിരുന്നു. പിന്നീടെത്തിയ റിച്ച ഘോഷ് പെരിക്ക് പിന്തുണ നൽകിയതോടെ ബാംഗ്ലൂരിന്റെ സമ്മർദ്ദം അകലുകയായിരുന്നു. നേരത്തെ ബാംഗ്ലൂരിനായി പന്തെറിഞ്ഞ മറ്റൊരു മലയാളി തിരുവനന്തപുരംകാരി ആശാ ശോഭനെ 3 ഓവറിൽ 14 റൺസിന് 2 നിർണായക വിക്കറ്റുകൾ വീഴ്ത്തി ബോളിംഗിൽ തിളങ്ങിയിരുന്നു. മത്സരത്തെക്കുറിച്ച് പറയുമ്പോൾ ടോസ് നേടി ക്രീസിലിറങ്ങിയ ഡൽഹിക്ക് ഓപ്പണിംഗ് വിക്കറ്റിൽ ഷഫാലി വർമ്മയും ക്യാപ്റ്റൻ മെഗ് ലാനിങ്ങും ചേർന്ന് സ്വപ്ന തുല്യമായ ഒരു തുടക്കമാണ് നൽകിയത്. സ്വന്തം തട്ടകത്തിൽ ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്യാനാണ് ഡൽഹി ക്യാപിറ്റൽസ് തീരുമാനിച്ചത്. ക്യാപ്റ്റൻ മെഗ് ലാനിങ്ങിന്റെ തീരുമാനം ശരിവെക്കുന്ന തരത്തിൽ ഗംഭീരമായിട്ടാണ് ഡൽഹി തുടങ്ങിയത്. ഒരു വശത്ത് മെഗ് ലാനിങ് നിലയുറപ്പിച്ച് കളിച്ചപ്പോൾ ഷഫാലി വർമ്മ കടന്നാക്രമിച്ച് കളിക്കുകയായിരുന്നു. 1-ാം വിക്കറ്റിൽ 64 റൺസിന്റെ കൂട്ടുകെട്ട് സൃഷ്ടിക്കാൻ ഡൽഹിക്ക് ആ സമയത്ത് സാധിക്കുകയും ചെയ്തു. 27 പന്ത് നേരിട്ട് 2 4 3 സിക്സറും ഉൾപ്പെടെ 44 റൺസാണ് ഷഫാലി നേടിയത്. അവരാണ് ആദ്യം അടങ്ങിയത്. സോഫി മോലിനിക്സിന്റെ പന്തിൽ സിക്സറിന് ശ്രമിച്ചാണ് ഷഫാലി പുറത്താവുന്നത്. വമ്പൻ സ്കോർ പ്രതീക്ഷിച്ച് ഡൽഹിയുടെ തകർച്ചയുടെ തുടക്കമായിരുന്നു ഇത്. 8-ാം ഓവറിൽ ഷഫാലി ഉൾപ്പെടെ 3 വിക്കറ്റുകളാണ് സോഫി മോലിനിക്സ് വീഴ്ത്തിയത്. ഇതാണ് ഡൽഹിയെ പൂട്ടിയത്. വമ്പനടിക്കാരിയായ ജമീമ റോഡ്രിഗസ് 2-ാം പന്തിൽ ഡക്കിന് പുറത്താവുന്നു. മോലിനിക്സിന്റെ പന്തിൽ സ്വീപ് ഷോട്ടിന് ശ്രമിച്ച് ജമീമ ക്ലീൻ ബോൾഡായാണ് പുറത്തായത്. തൊട്ടടുത്ത പന്തിൽ അലിസി കാപ്സിയെ മോലിനിക്സ് ഗോൾഡൻ ഡക്കാക്കി മാറ്റുന്നു. അനാവശ്യ ഷോട്ടിന് ശ്രമിച്ച അലിസി ക്ലീൻ ബോൾഡ് ആവുകയായിരുന്നു. ഇതോടെ 64-3 എന്ന നിലയിലേക്ക് ഡൽഹി പതറുന്നു. പിന്നീട് RCB സ്പിന്നർമാർ ഗംഭീര ബോളിംഗിലൂടെ കൃത്യമായ ഇടവേളയിൽ വിക്കറ്റ് വീഴ്ത്തുന്നു. ക്യാപ്റ്റൻ മെഗ് ലാനിങ്ങിന് 23 പന്തിൽ 23 റൺസ് എടുത്തപ്പോൾ ശ്രീയങ്ക പട്ടേൽ പുറത്താക്കുന്നു. ഇതോടെ ഡൽഹിയുടെ സമ്മർദ്ദം ഇരട്ടിയാകുന്നു. മാരിസാനി കാപ്പിനെയും ജസ് ജൊനാസിനെയും ആശാ ശോഭന പുറത്താക്കിയപ്പോൾ മലയാളി താരം മിന്നുമണിയെ ശ്രീയങ്ക പാട്ടിലാണ് മടക്കിയത്. 9 പന്തിൽ 12 റൺസുമായി അവസാനം ചെറിയ പോരാട്ടം കാഴ്ചവെച്ച രാധ യാദവ് റണ്ണൌട്ട് ആയതും ഡൽഹിക്ക് തിരിച്ചടിയാവുന്നു. തനിയ ബാട്ടിയെയും ശ്രീയങ്ക പുറത്താക്കിയതോടെ 18.3 ഓവറിൽ 113ലേക്ക് ഡൽഹി ഒതുങ്ങുന്നു. ഒരു ഘട്ടത്തിൽ ശ്രീയങ്ക പാട്ടിൽ 4 വിക്കറ്റും സോഫി മോലിനിക്സ് 3 വിക്കറ്റും മലയാളി താരം ആശാ ശോഭന 2 വിക്കറ്റും വീഴ്ത്തുകയുണ്ടായി. സോഫി തുടക്കമിട്ട വിക്കറ്റ് വേട്ടയെ ശ്രീയങ്ക നന്നായി മുതലാക്കിയെന്ന് തന്നെ പറയാം. തീർത്തും അപ്രതീക്ഷിത തകർച്ചയാണ് ഡൽഹി ടീം ബാറ്റിംഗിൽ നേരിട്ടത്. അതുപോലെ സ്മൃതി മന്ദാനയുടെ തകർപ്പൻ ക്യാപ്റ്റൻസിയും ചില നീക്കങ്ങളും RCBയെ മത്സരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിൽ നിർണായകമായി മാറുകയും ചെയ്തു. 114 റൺസ് വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റിംഗിന് ഇറങ്ങിയ RCBയെ സ്പിൻ തന്ത്രത്തിലൂടെ തന്നെ പൂട്ടാനാണ് ഡൽഹിയും ശ്രമിച്ചത്.
പവർ പ്ലേയിൽ അധികം കടന്നാക്രമിക്കാൻ RCBയും ആ സമയത്ത് തയ്യാറായില്ല. വളരെ കരുതലോടെയായിരുന്നു അവർ ബാറ്റ് ചെയ്തിരുന്നത്. പവർ പ്ലേയിൽ 25 റൺസാണ് RCB വനിതകൾ നേടിയത്. എന്നാൽ നിലയുറപ്പിച്ച ശേഷം സോഫി ഡിവൈൻ ആക്രമണത്തിലേക്ക് ഗിയർ മാറ്റുന്നു. 27 പന്തിൽ 5 ഫോറും ഒരു സിക്സറും ഉൾപ്പെടെ 32 റൺസ് നേടിയ സോഫിയെ പുറത്താക്കി ശിഖ പാണ്ഡെയാണ് RCBക്ക് ആദ്യ ഷോക്ക് നൽകുന്നത്. എന്നാൽ സ്മൃതിയും എല്ലിസ് പെരിയും ചേർന്ന് പതിയെ റൺസ് ഉയർത്തുന്നു. അനാവശ്യ ഷോട്ടുകൾക്ക് മുതിരാതെ ക്ഷമയോടെയുള്ള ബാറ്റിംഗ് പ്രകടനമാണ് RCB താരങ്ങൾ ആ സമയത്ത് നടത്തിയത്. എന്നാൽ 39 പന്തിൽ 31 റൺസ് നേടിയ സ്മൃതിയെ മിന്നുമണി പുറത്താക്കുന്നു. സിക്സറിന് ശ്രമിച്ച സ്മൃതിക്ക് ടൈമിംഗ് പിഴച്ചപ്പോൾ അരുന്ധതി റെഡ്ഡിക്ക് അനായാസ ക്യാച്ച് സമ്മാനിക്കുന്നു. എന്നാൽ റിച്ച ഘോഷ് 17 നോട്ടൌട്ട്, എല്ലിസ് പെരി 35 നോട്ടൌട്ട് കൂട്ടുകെട്ട് RCBക്ക് അഭിമാന കിരീടം നേടിക്കൊടുക്കുകയായിരുന്നു. എല്ലിസ് പെരി 4 ബൗണ്ടറിയും റിച്ച 2 ബൗണ്ടറിയും നേടുകയുണ്ടായി. അപ്പോൾ RCBക്ക് അവരുടെ ഫ്രാഞ്ചൈസിയുടെ ചരിത്രത്തിൽ വനിതകളുടേതാണെങ്കിലും ആദ്യ കിരീടം ഇപ്പോൾ കിട്ടിയിരിക്കുകയാണ്. ഈ സല കപ്പ് പുരുഷ ടീമും നേടുമോ എന്നുള്ളതാണ് ഇനി ആരാധകർ കാത്തിരിക്കുന്ന പ്രധാനപ്പെട്ട വിശേഷം.